കേരള സ്റ്റോറി 2 പോലെ എന്റെ സഹോദരിക്ക് മുസ്ലിങ്ങൾ നിർബന്ധിച്ച് ബീഫ് കൊടുത്തു എന്നൊരു ഹിന്ദു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു പറയുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കണം? അതാണ് ഈ കോൺവെർസേഷൻ. കേരള സ്റ്റോറി 2വിന്റെ എന്റെ പോസ്റ്റ് കണ്ടതോടെ വളരെ സ്നേഹത്തോടെ ചേട്ടാന്ന് വിളിച്ച് എന്റെ സഹോദരിക്ക് ഇങ്ങനെ സംഭവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ആ പയ്യൻ എന്നോട് പല കാര്യങ്ങളും പറയുന്നു. ഞാൻ ആ പയ്യന്റെ ലേറ്റർ അനുമതിയോടുകൂടി മറ്റുമാണ് ഈ ഫോൺ കോൾ എടുത്തത്. അവന്റെ വോയിസ് മാസ്ക് ചെയ്തിട്ടുണ്ട്. അവന്റെ ശബ്ദം ആരും തിരിച്ചറിയാതിരിക്കാൻ അവന്റെ വോയിസ് മാസ്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ഇത് ആരോടും പറയരുത്, വെളിയിൽ വരരുത് എന്ന് അവൻ പറയുന്നുണ്ട്. ഞാൻ പിന്നീട് ഡോക്യുമെന്റ് ചെയ്യുന്നു എന്ന് അവനോട് ചോദിച്ചിട്ടാണ് ചെയ്തത്. അവന്റെ സഹോദരിക്ക് മുസ്ലിങ്ങൾ കേരള സ്റ്റോറി 2വിലെ പോലെ എന്താ പറയുക, ബീഫ് നിർബന്ധിച്ചു കൊടുത്തു, തീവ്രവാദികളാണ് അവർ, ബീഫ് കൊടുത്തു, മദ്യം കൊടുത്തു, മയക്കുമരുന്ന് കൊടുത്തു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കഴിയുന്നത്ര ക്ലാരിറ്റിയോടെ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ പ്രൊപ്പഗാൻഡയാണ്, നീ ഇല്ലാത്ത കാര്യം മനഃപൂർവ്വം ചിന്തിച്ചുണ്ടാക്കുകയാണ്, ഇത് ഫോൾസ് മെമ്മറീസ് ആണ്. അതായത് മിസ്ഇൻഫർമേഷൻ കാരണം പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങൾ ടി-വിയിൽ നിന്നും മറ്റും കേട്ട് പ്രൊപ്പഗാൻഡയിൽ വീണ് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ വിഭാവനം ചെയ്യുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. അതിൻ്റെയൊക്കെ തെളിവ് ഞാൻ അവനെ കഴിയുന്നത്ര കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പയ്യന്റെ ഐഡന്റിറ്റി, വീട്ടുകാരുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, സഹോദരിക്ക് ഒരു മുസ്ലിം പയ്യനുമായി ബന്ധം ഉണ്ടായിരുന്നു. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടായി, ബന്ധങ്ങൾ സ്പ്ലിറ്റ് ആയി പോയി, കാണാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിന്റെ പിന്നിൽ ലവ് ജിഹാദ് ആണെന്നും മറ്റും ഇമാജിൻ ചെയ്തുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ വലിയൊരു തെളിവ് നിങ്ങൾ ആ കോൺവെർസേഷനിൽ കേൾക്കാം. ഇപ്പൊ ആ പയ്യൻ ജയിലിൽ കിടക്കുകയാണ് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോനെ ഏത് ജയിലിലാണ്, എവിടെ കിടക്കുകയാണ്? പറഞ്ഞു ഡൽഹിയിലാണ്. എന്താണ് കേസ്? അതൊന്നും അറിയില്ല. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് കേട്ടത് എന്ന്. പലപ്പോഴും നമ്മുടെ കൺഫർമേഷൻ ബയസിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ റീഇൻഫോഴ്സ് ചെയ്ത് വിശ്വസിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെയാണ് ഈ കേരള സ്റ്റോറി 2 പോലെയുള്ള സിനിമകൾ ഉണ്ടാക്കുന്ന അപകടം. ഇതേപോലെ ഒരുപാട് പാവപ്പെട്ട ഹിന്ദു ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് കനലും സംശയത്തിന്റെ വിഷവും കോരിയിടുകയാണ്. ഹിന്ദു മുസ്ലിം, മുസ്ലിം ഹിന്ദു, ഹിന്ദു ക്രിസ്ത്യൻ, ക്രിസ്ത്യൻ ഹിന്ദു, മുസ്ലിം ക്രിസ്ത്യൻ, ക്രിസ്ത്യൻ മുസ്ലിം, ഇങ്ങനെ പലതര പ്രണയബന്ധങ്ങളും ഉണ്ടാകാറുണ്ട്. ചിലത് സക്സസ് ആയി പോകാറുണ്ട്, ചിലത് എന്താ പറയണേ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാറുണ്ട്. ഇതിന്റെ പിന്നിലെല്ലാം അന്താരാഷ്ട്ര ഗൂഢാലോചനയൊന്നും അല്ല. നമ്മുടെ പല റിലേഷൻഷിപ്പ്, ഹിന്ദുക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ ബ്രേക്കപ്പ് ആയി പോകാറില്ലേ? അതിന്റെ എല്ലാം പിന്നിൽ ഏതെങ്കിലും ഹിന്ദു എവിടെന്നെങ്കിലും ഗൂഢാലോചന നടത്തുന്നതാണ്. അപ്പോൾ ഈ പ്രൊപ്പഗാൻഡകൾ, നമ്മളെ കേരള സ്റ്റോറി പോലുള്ള പ്രൊപ്പഗാൻഡകൾ നമ്മുടെ ആൾക്കാരുടെ, ഈ പയ്യൻ സാധാരണക്കാരനാണ്, അവൻ ഒരു ഹാർഡ് കോർ രാഷ്ട്രീയക്കാരനോ തീവ്ര ഹിന്ദുത്വവാദിയോ ഒന്നുമല്ല. പക്ഷെ ഇതേപോലുള്ള ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് വിഷം കോരിയിടാനും അവരുടെ ഇൻസെക്യൂരിറ്റിയോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് എന്ന് അവർ കരുതുന്ന ചില അനുഭവങ്ങളെയും എരുതിയിൽ എണ്ണ ഒഴിക്കാനോ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ വരുന്നത്. ഞാൻ കഴിയുന്നത്ര അവനെ സംസാരിച്ച് ശരിയാക്കാൻ നോക്കുന്നുണ്ട്. അനിയൻ കൺവിൻസ്ഡ് ആയി എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ കുറെയെങ്കിലും കൺവിൻസ്ഡ് ആയി എന്ന് വിചാരിക്കുന്നു. ബന്ധങ്ങൾ കുറെ കൂടെ മെച്ചമാക്കണം, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പ്രണയബന്ധങ്ങൾ മെച്ചമാക്കണം. അതിന്റെ പിന്നിൽ ലവ് ജിഹാദ് പോലെ, കേരള സ്റ്റോറി 2 പോലെയുള്ള കള്ളക്കഥകളല്ല നമ്മൾ പറയേണ്ടത്. അപ്പൊ ആ ചെറുപ്പക്കാരനോടുള്ള കോൺവെർസേഷൻ നമുക്കൊന്ന് കേൾക്കാം. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെളിയിൽ വരാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നതാണ്. ഇന്നേ വരെ അനിയനെ നിർബന്ധിച്ച് ആരെങ്കിലും ബീഫ് കഴിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ. ശരി, ആളുടെ പേരൊന്നും പറയണ്ട, ഞാൻ ഡോക്യുമെന്റ് ചെയ്തു, ആളുടെ പേരൊന്നും പറയണ്ട. പക്ഷെ ഇന്നേ വരെ അനിയന് പരിചയമുള്ള ആരെങ്കിലും നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സംഭവം ഞാൻ ക്ലിയർ ആയിട്ട് ചേട്ടന് പറഞ്ഞുതരാം. ശരി, പറയാം, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അവരുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നതുകൊണ്ട് പേര് പറയണ്ട. എന്താ, ആരാ കഴിപ്പിച്ചത്? ശരി, ഞാന് ഇതിപ്പോ നടന്നതല്ല കേട്ടോ. 2018 ഫ്ലഡിന് കുറച്ചു കാലം മുമ്പ് നടന്നതാ. ശരി, അത് കേരളത്തിൽ വെച്ചിട്ടുമല്ല. അത് ഞാൻ പറയാം. കേരളത്തിൽ വെച്ചിട്ടല്ല, മലയാളിയാണ്, ഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. ഞാൻ എൻ്റെ കസിൻ വർക്ക് ചെയ്യായിരുന്നു ഡൽഹിയിൽ. ഓക്കെ, അപ്പം ഒരു 2017 ടൈമിൽ ഒരു പയ്യനുമായിട്ട്, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലായി. എന്നിട്ട് 2017 വിഷുവിൻ്റെ ടൈമിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒരു കുട്ടിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അതിനിപ്പോൾ എന്തോ കുഴപ്പം, ഞാൻ സപ്പോർട്ട് ചെയ്യാം, കല്യാണം ഞാൻ നടത്തിത്തരാം എന്നെല്ലാം പറഞ്ഞു. പയ്യൻ മുസ്ലിമാണ്. ഓക്കെ, എനിക്ക് ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിലൊന്നും നമ്മൾ ഒന്നും എതിരല്ല. ഓക്കെ,
അത് കഴിഞ്ഞ് ഏകദേശം 2017 ക്രിസ്മസിൻ്റെ ടൈമായപ്പോൾ നമുക്ക് ഫോട്ടോസ് വരുമല്ലോ സെലിബ്രേഷൻ്റെ ഒക്കെ ക്രിസ്മസിൻ്റെ. ആ ടൈമിൽ കുറച്ച് ഫോട്ടോസ് വന്നു. റൂമിൻ്റെ ഉള്ളിൽ മറ്റേ ബോട്ടിൽസും സംഭവങ്ങളൊക്കെ ഉള്ള ഫോട്ടോസ് വന്നു. ഓക്കെ, മദ്യക്കുപ്പികളുള്ളത്. അപ്പം എൻ്റെ ഒരു മേമ ആ ഫോട്ടോ കണ്ടിട്ട് അവളെ വിളിച്ച് ചോദിച്ചു. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് 2-3 പേര് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയപ്പം എന്തായിരുന്നു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ബീഫ് കഴിക്കാറില്ല. ശരിക്കും നോൺ വെജ് കഴിക്കാത്ത ആളാണ്. പക്ഷെ അവളെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. മാത്രമല്ല ഡ്രഗ്സ് യൂസ് ചെയ്യിപ്പിച്ചു, മദ്യം കുടിപ്പിച്ചു. എന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഫുള്ള് കേട്ടിട്ടേ ഞാൻ പറയൂ. ഫുള്ള് പക്ഷെ ആ കേട്ടിട്ട് പറയുന്നത് തിരിച്ച് എനിക്ക് ഉത്തരം കൂടെ തരണം. പറഞ്ഞു. തരാം. എന്നിട്ട് ഈ സംഭവം വല്ല ഉണ്ടായി. നമ്മൾ അവളോട് സംസാരിച്ച് അവളെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടിറങ്ങും അവൾക്ക് ഈ ഡ്രഗ്സിൻ്റെ യൂസേജും സംഭവം വരലാൻ കാരണം മെൻ്റലി കുറച്ച് സിക്കായിരുന്നു. ഡ്രഗിൻ്റെ ടൈമിലെല്ലാം സിക്കായിരുന്നു. ഓക്കെ, എന്നിട്ട് ഇവര് നമ്മൾ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ പയ്യനുമായിട്ട് കണക്ട് ചെയ്ത് കല്യാണം കഴിച്ചു തരാം. ഓക്കെ, മെൻ്റലി ഓക്കെ ആവാൻ വേണ്ടി കല്യാണം കഴിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പയ്യനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ അത് അവളെ നമ്മൾ കേൾപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരുപാട് നാളെടുത്തിട്ടാണ് അവളുടെ അതെല്ലാം ഇപ്പോൾ ഓക്കെ ആയി. അവളിപ്പോൾ വിദേശത്താണ്. കല്യാണം കഴിഞ്ഞു. അവൾ കഴിച്ച പയ്യനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇപ്പോൾ വിദേശത്താണ്. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ കാരണം അവളുടെ അതിൻ്റെ വീഡിയോസ് എല്ലാം ഉണ്ടായിരുന്നു. നിർബന്ധിച്ച് ബീഫ് കഴിക്കുന്നതിൻ്റെയും മദ്യം കൊടുക്കുന്നതിൻ്റെ എല്ലാ വീഡിയോസും അവളുടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ്റെ അതിൽ തന്നെ ഞാൻ ഇനി ഞാൻ കാര്യം പറഞ്ഞല്ലോ. ഞാൻ ഇനി രണ്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ചോദിക്കാം. അതായത് അവൻ മുസ്ലിം വിശ്വാസി ആയതുകൊണ്ട് ഹിന്ദുവായ പെൺകുട്ടിയെ മനഃപൂർവ്വം മോശവൽക്കരിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തതെന്നാണല്ലോ പറയുന്നത്, അല്ലേ? സീരിയസ് ആയിട്ട് അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഏത് മുസ്ലിമാണ് വിശ്വാസിയായ മുസ്ലിം മദ്യം കഴിക്കുന്നതും മയക്കുമരുന്ന് എടുക്കുന്നതും? അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് മദ്യം തൊടാൻ പോലും പാടില്ല, ഹറാമാണ്. അപ്പൊ അങ്ങനെ അപ്പം വിശ്വാസിയായ മുസ്ലിം അങ്ങനെ മദ്യം കഴിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യൂ? എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, അവര് 4-5 നേരം നിസ്കരിക്കുന്നവരാ. അവര് മദ്യം കഴിക്കാറുണ്ട്. ഞാൻ ചോദിച്ചത്, അങ്ങനെ വിശ്വാസത്തിന്റെ പേരിലാണ് ചെയ്തതെങ്കിലേ മുസ്ലിങ്ങൾക്ക് പോലും ആ ഹറാമായ മദ്യം വേറൊരു പെൺകുട്ടിയെ കൊണ്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന്. ഞാൻ ചേട്ടനോട് അതല്ല പറഞ്ഞു വന്നത്. ഞാൻ പറയുന്നത് മുസ്ലിംസ് വിശ്വാസത്തിന്റെ പേരിലാണ് കേൾക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് ചെയ്യുന്നത്? അവര് തീവ്രവാദികളെയാണ് ചേട്ടൻ ഇതേപോലെ. അനിയനെ കള്ളത്തരം പറഞ്ഞ് കള്ളക്കഥകൾ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഏത് മുസ്ലിമാണ് നമ്മുടെ നാട്ടിൽ ഡ്രഗ്സ് മേടിച്ച് വേറൊരു ഹിന്ദു പെൺകുട്ടിയെ മനഃപൂർവ്വം കൊടുക്കാൻ നോക്കുന്നത്? അങ്ങനെ ഏതെങ്കിലും കേസ് തെളിയിക്കപ്പെട്ട ഒരു പറഞ്ഞിട്ട് ചേട്ടൻ അതിനെ പറയണ്ട. അവര് മുസ്ലിംസ് മാത്രമല്ല ഹിന്ദുക്കളും ഉണ്ട്. ഹിന്ദുക്കളും നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കൂ? ബീഫ് കൊടുപ്പിക്കുന്നതല്ല, ഡ്രഗ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പം ബീഫ് എന്നല്ലേ അനുഭവം അനിയന്റെ മനസ്സിൽ കേട്ട കാര്യങ്ങളല്ലേ? ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അനിയന്റെ അനുഭവം അല്ലല്ലോ, വേറൊരാളുടെ അനുഭവം അല്ലേ? അല്ല, എന്റെ കുടുംബത്തിലെ അനുഭവം. ഇനി കുടുംബത്തിലെ അനുഭവം ഒരു നിമിഷത്തേക്ക് നമുക്കൊന്ന് എടുക്കാമേ. ഒരു നിമിഷം എടുക്കാം. ഇത് ശരിയാണെന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ച, മദ്യം കൊടുത്ത, ഡ്രഗ്സ് കൊടുത്ത പയ്യനെ നിങ്ങൾ എന്തിനാ വീണ്ടും വിളിച്ചവളെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചത്? ചേട്ടാ, അതാ അവള് സിക്കായോണ്ടാണ് നമുക്ക് നമ്മുടെ ചേട്ടാ. സഹോദരിക്ക് ഒരാൾ ഡ്രഗ്സ് കൊടുത്താൽ അയാളെ പിന്നീട് എപ്പോഴെങ്കിലും വിളിച്ചിട്ട് എന്റെ പെങ്ങളെ കെട്ടിക്കോളാൻ ഞാൻ പറയൂ? അത് എന്തിനാ പറഞ്ഞെന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അവള് മെന്റലി സിക്കായിരുന്നു. അപ്പം നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് തന്നെ അവൻ ഓക്കെ അല്ല, ശരിയല്ല എന്നുള്ള അവളെ തന്നെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതിന്റെ പേരിലാണ് അവനെ വിളിച്ച് ഇത് ഇട്ടിട്ടു, എന്താ പറയാ, സ്പീക്കറിൽ ഇട്ടിട്ടാണ് സംസാരിച്ചത്. അപ്പൊ അവൻ തന്നെ പറഞ്ഞു എനിക്ക് അങ്ങനെ ഇല്ലാന്ന്, കല്യാണം കഴിക്കണം എന്നില്ലാന്ന് പറഞ്ഞു. അത് അവൾ കേട്ട് പിന്നെ വീണ്ടും ട്രീറ്റ്മെന്റെല്ലാം ചെയ്ത് 2020 ആയപ്പോഴാണ് ഏകദേശം ഓക്കെ ആയി എടുത്തത് അവള്.
ഇന്നലെ ഞാനൊരു ഇന്നത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഞാനൊരു ഒരു കാര്യത്തിൽ കൂടെ ക്ലാരിറ്റി വേണേ, ഒരു കാര്യത്തിൽ ഇത് കൂടെ കഴിഞ്ഞിട്ട് തൽക്കാലം നമുക്ക് ആ പയ്യന്റെ പേര്, പയ്യന്റെ പെൺകുട്ടിയുടെ ഒന്നും പേര് പറയണ്ട, തൽക്കാലം നമുക്ക് ആ പയ്യനെ എ എന്ന് വിളിക്കാം, പെൺകുട്ടിയെ ബി എന്ന് വിളിക്കാം, ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ എ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അവൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതായത് മതത്തിന്റെ അല്ല ഞാൻ പറയുന്നത്, അവരുടെ അവൻ വേറെ ഏതോ സംഘടനയുടെ ഭാഗമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ആ സംഘടനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഏത് സംഘടന? ചേട്ടാ ഞാൻ എന്താ ഇപ്പൊ പറയാ, തീവ്രവാദ സംഘടന. അവർ കാര്യം ചോദിച്ചോട്ടെ, അനിയൻ പറയുന്നത് ഞാൻ ഒന്നുകൂടെ അനിയന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഭംഗിവൽക്കരിച്ച് പറയാം. അതായത് അവനൊരു മുസ്ലിമാണ്, അവന് വിശ്വാസം മൂത്ത്, അങ്ങനെയല്ലേ തീവ്രവാദി ആവുന്നല്ലേ? അല്ല ചുമ്മാ വെറുതെ തീവ്രവാദി ആവില്ലല്ലോ. അവൻ ഏതെങ്കിലും രീതി. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ചേട്ടനോട് പറഞ്ഞത് മുസ്ലിംസ് എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, അങ്ങനെ ഞാൻ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള ആൾക്കാർ നാട്ടിലുണ്ട് എന്നുള്ളത് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ചേട്ടനോട് പറഞ്ഞത്. ഒരു സെക്കൻഡ്, അങ്ങനെ അനിയൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അനിയന്റെ ധാരണയാണ് ഞാൻ ചോദിക്കുന്നത്. മുസ്ലിമായ ധാരണയല്ല, ശരിക്കും നടന്നിട്ടുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ചേട്ടനെ. എന്നാ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാത്ത എന്താ? പോലീസ് അന്വേഷിക്കാത്ത എന്താ? കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാനുള്ള കാരണം പെൺകുട്ടിയാണ്. അന്നോടും ഏകദേശം ഒരു ഞാൻ പറയുന്ന കേൾക്കൂ, 25-26 വയസ്സുണ്ട്. എത്ര വയസ്സും ആയിക്കോട്ടെ, പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിയിൽ പറയാൻ പറ്റുമെന്ന് അറിയില്ലേ? ഒരു മിനിറ്റ്, അന്ന് ഇത് കംപ്ലൈന്റ് ആക്കിയതാണെങ്കിൽ അവന്റെയിലും കുറെ തെളിവുകൾ ഉണ്ടാവും, ഇവളുമായിട്ടുള്ളതൊക്കെ. ഓക്കെ, അതും അവൻ വെളിയിൽ വിടും. ഇതൊക്കെ ആരാ പറഞ്ഞിരുന്നേ? അനി ആ പെൺകുട്ടി കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട്, അതായത് അവള് കള്ളപ്പരാതി കൊടുത്താൽ പോലും, അനി എന്റെ സഹോദരിയുടെ കാര്യം ജെനുവിൻ ആയിരിക്കും, കള്ളപ്പരാതി കൊടുത്താൽ പോലും ആ പെൺകുട്ടിയുടെ പേരോ ഐഡന്റിറ്റിയോ വെളിവിടാൻ പറ്റില്ല. ഐഡന്റിറ്റി വെളിയിൽ വിടുന്നുള്ളതല്ല, കാരണം നാളെ കല്യാണം കഴിച്ചു പോകുന്ന ഒരു കുട്ടിയാണ്. ഈ പെൺകുട്ടി ആരാണെന്ന് ആരെങ്കിലും അറിയോ? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ രാഹുലിനെതിരെ കള്ളപ്പരാതി കൊടുത്ത 3 പെൺപിള്ളേർ ആരാണെങ്കിലും ഇനി എന്നറിയാവോ? എനിക്ക് നോക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്, എന്റെ കുടുംബത്തിന് പറയുന്നത്. അനി എന്റെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് പറയണ്ട, അത് ഞാൻ ആ കുടുംബത്തിന്റെ പ്രൈവസിയെ ബഹുമാനിക്കുന്നു. പക്ഷെ 2-3 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ, നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിക്കാന്. അതായത് ഈ പയ്യൻ തീവ്രവാദത്തിന് വേണ്ടി ഇവളെ അതിലേക്ക് കൊണ്ടുപോകാൻ ഡ്രഗ്സും ബീഫും മദ്യവും കൊടുത്തു എന്നാണ് പറയുന്നത്, അല്ലേ? സീരിയസ് ആയിട്ട്. അപ്പൊ അവൻ എന്ത് തീവ്രവാദമാണ്? ഇസ്ലാമിക തീവ്രവാദം അല്ലേ? ആയിരിക്കും, അല്ലാതെ ഹിന്ദു തീവ്രവാദം. അതുകൊണ്ടാണ് അവൻ ജയിലിൽ കിടക്കുന്നത്. ഇപ്പൊ അവൻ ജയിലിലാണോ? അതെ, ജയിലിലാണ്, ഡൽഹിയിൽ. ഏത് കേസാണെന്ന് എനിക്കറിയില്ല, അവൻ ജയിലില്ല, അതെനിക്കറിയാം. ഞാൻ അവനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിരുന്നു. അവന്റെ വീഡിയോ വരുന്നത് കൊച്ചി ആ സൈഡിലൂടെ അയക്കാം. ശരി, ഏത് കേസിലാണ്? അങ്ങനൊന്നുമില്ലേ? കേസ് അറസ്റ്റ് ചെയ്തതിന്റെ വകുപ്പ് പറയണ്ട, നമ്പർ അല്ല ഞാൻ ചോദിക്കുന്നത്. എന്തായിരുന്നു ആരോപണം, എന്ത് ചെയ്തു ജയിലിൽ കിടക്കുന്നത്? അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അവൻ ജയിലിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം ഞാൻ അവരോട് ചില ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ മനസ്സിലായി. പക്ഷെ ഞാൻ എന്തിനാണെന്നുള്ളത് ചോദിച്ചിട്ടില്ല ഇതുവരെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ പറഞ്ഞ ആള് കല്യാണം കഴിഞ്ഞ് വിദേശത്താണ്. ഓക്കെ, അപ്പോ നമ്മൾ ഇത് പറഞ്ഞിട്ട് ഇനി വീണ്ടും ഒരു പ്രശ്നം ആവണ്ട പറഞ്ഞിട്ടില്ല. ഞാനിത് എന്തുകൊണ്ടാണ് ചേട്ടനും ഇപ്പൊ വിളിച്ചതെന്ന് 2 വസ്തുതകൾ. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ മറ്റേ കേരള സ്റ്റോറി ഫസ്റ്റ് ഞാൻ കണ്ടതാ. ഓക്കെ, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത പടമാണ്. ഓക്കെ, എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല പടം. മേക്ക് ചെയ്തിരിക്കുന്നു ഒന്നും എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഇന്നലെ ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ കൊണ്ടുവന്നിട്ട് എനിക്ക് ഈ പോസ്റ്റർ, അതായത് മുസ്ലിംസ് മറ്റേ ആ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിക്കുന്ന എൻ്റെ പോസ്റ്റർ കൊണ്ടുവന്നിട്ട് കാണിച്ചു തന്നിട്ട് എന്നെ കൊണ്ട്, അവൻ മുസ്ലിമോ, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതൊക്കെ എന്നോട് ചോദിച്ചു ഇതിനെക്കുറിച്ച് എനിക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല അവനോട്. ഞാൻ അവനോട് പറഞ്ഞ ഒറ്റ കാര്യമായിരുന്നു, ഈ സിനിമ എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഞാൻ ഈ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ടു. പിന്നെ ചേട്ടൻ്റെ ഒന്ന് പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ചേട്ടനോട് വിളിച്ച് ഇങ്ങനെ പറയണം എന്നുള്ള എന്റെ അഭിനന്ദിക്കുന്നു. ഞാൻ 2-3 ഫാക്ട്സ് പറയട്ടെ, വസ്തുതകൾ പറയട്ടെ. ഒന്ന്, ഇന്ത്യയിലെ സുപ്രീം കോടതി, ഇന്ത്യയിൽ മോദിജി ഭരിക്കുന്ന, അമിത്ഷാ ഹോം മിനിസ്റ്റർ ആയിരിക്കുന്ന NIA, ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന അജിത് ഡോവല് നേതൃത്വം വഹിക്കുന്ന NSA, ഇവരുടെ എല്ലാം താഴെയുള്ള NIA അന്വേഷിച്ചിട്ട് ഇന്ത്യയിൽ ലവ് ജിഹാദ് പോലൊരു കാര്യമില്ല എന്ന് ഔദ്യോഗികമായി കോടതിയിലടക്കം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്.
നമ്മൾ ആരെയാ പറ്റിക്കാൻ പറ്റും നോക്കുന്നത്? ഇന്ത്യയുടെ അറിയൂല. ഞാൻ ചോദിച്ചത് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾക്കോ സുപ്രീം കോടതിക്കോ ഒന്നും കണ്ടെത്താനാകാത്ത ഈ കള്ളക്കഥ നമ്മൾ വിശ്വസിച്ചാൽ നമ്മളെ ഇവർ മണ്ടന്മാരാക്കുകയല്ലേ? ഞാൻ ആ സിനിമ വിശ്വസിക്കണം എന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചേട്ടാ. ഞാൻ ആ ചേട്ടനത്തെ സോഷ്യൽ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ചൊരു മുസ്ലിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അതാണ് ഞാൻ പറഞ്ഞത് ചേട്ടാ. ഞാൻ ആ ചേട്ടനിട്ട് മുസ്ലിംസ് എന്നുള്ള ഇട്ടത് നാട്ടില് എന്താ പറയാ, ഇപ്പൊ എന്റെ ഫ്രണ്ട് തന്നെ എന്നോട് വന്ന് ചോദിച്ചു, ഓക്കെ ഇതിനെ കുറിച്ച് എനിക്ക് എന്താ അഭിപ്രായം ചോദിച്ചു. ഞാൻ ഹിന്ദുവോ അവൻ മുസ്ലിമോ, ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള ഒരു ഇതില്ല. ഞാൻ അവന്റെ നോമ്പ് ഞാൻ എടുക്കാറുണ്ട്, ഇപ്പൊ നോമ്പ് എടുക്കുന്നുണ്ട്. അവൻ ശബരിമല വ്രതം അവനും എടുക്കാറുണ്ട്. ഞാൻ ചോദിച്ചത് ഈ ബീഫ് അപ്പൊ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം ഒന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ചേട്ടൻ്റെ അതിൽ തന്നെ കമന്റിരിക്കുന്നത് മുസ്ലിം പറഞ്ഞിട്ട് അല്ല, എനിക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യമേ, വെറുതെ താങ്കളുടെ ഒരു അസംഷനിൽ പറയുക, നമ്മള് ബാക്കി കുടുംബവും കാര്യങ്ങളും ഒക്കെ വിടാം. ആ എ എന്ന് പറയുന്ന മുസ്ലിമിന് ബി എന്ന് പറയുന്ന ഹിന്ദു പെൺകുട്ടിയെ കിലോയ്ക്ക്, ചിലർ പറയുന്നത് എന്റെ കമന്റ് കണ്ടിട്ടാണ് മനസ്സിലാക്കിയത്, 450 രൂപയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കിലോയ്ക്ക് 450 രൂപയുടെ ഈ ബീഫ് അവളെ കുത്തിക്കയറ്റി കഴിപ്പിച്ചിട്ട് അവൻ എന്ത് കിട്ടാനാ? അത് നമുക്ക് അറിയില്ല ചേട്ടാ. അവൻ ഞങ്ങൾ അന്വേഷിച്ചപ്പോ അന്ന് അറിഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഏതൊരു തീവ്രവാദ സംഘടനയുടെ ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, തീവ്രവാദ സംഘടനയുടെ ഭാഗമാണെന്നിരിക്കട്ടെ, അവനെ അറസ്റ്റ് ചെയ്യണം, തീവ്രവാദിയാണെങ്കിൽ സംശയമില്ല. അതിലോട്ട് കൊണ്ടുപോകാനാണ്. കാരണം അവളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ വീഡിയോ എനിക്ക് അല്ല ഈ ഓഡിയോ പുറത്തു വിടാതിരിക്കുകയാണെങ്കിൽ എനിക്ക് അതിന്റെ റീസൺ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് ചേട്ടന് പറഞ്ഞു തരുന്നുണ്ട്. പറഞ്ഞോളൂ, മറ്റേ ആളുടെ പേരൊന്നും പറയണ്ട, നമ്മൾ ആ പെൺകുട്ടിയുടെ പേരല്ലേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിടൂല, പ്രൈവസി 100% ആണ്, അതിന് സംശയമൊന്നുമില്ല. അത് മാത്രമല്ല, ഈ കൗണ്ട് ചെയ്തിട്ട് നാട്ടിലും താങ്കളുടെ ഫാമിലിയുടെ ഡീറ്റെയിൽസ് പോലും പറയരുതെന്ന് പറയുന്ന റീസൺ അതാ. ഞാൻ ചോദിച്ചത് എന്റെ ധാരണ, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ഞാൻ ജനുവലി ചോദിക്കുക. ആ എന്ന് പറയാം, അതുകൊണ്ടാണ് എ എന്ന് പറഞ്ഞാൽ മതി. എ എന്ന് പറയുന്ന മുസ്ലിമിന് വേണമെങ്കിൽ എം എന്ന് പറഞ്ഞോളൂ. എം എന്ന് പറയുന്ന മുസ്ലിമിന് നമ്മളെ എങ്ങനെ ബീഫ് തീറ്റിച്ചിട്ട് എന്ത് കിട്ടുമെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഒരു മിനിറ്റ് ചേട്ടാ, ഞാൻ എന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്റെ നാട്ടിലത്തെയും എന്റെ ഫ്രണ്ട്സിനും എല്ലാം അത്യാവശ്യം മനസ്സിലാവും. സൗണ്ടൊന്നും പ്രശ്നമല്ല, സൗണ്ടൊക്കെ മാസ്ക് ചെയ്യും. താങ്കളുടെ പെർമിഷൻ ഇല്ലാതെ ഇടത്തുമില്ല, സൗണ്ട് മാസ്ക് ചെയ്യും. അങ്ങനല്ലേ ചാനൽസിലെല്ലാം ഇടുന്നേ, സൗണ്ട് മാസ്ക് ചെയ്ത് വേറെ സൗണ്ട് കൊടുക്കും. അതൊന്നും ചിന്തിക്കുക പോലും വേണ്ട. എനിക്ക് എന്റെ ധാരണയ്ക്ക് വേണ്ടിയാണ്. കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. മുസ്ലിമിന് നമ്മളെ പഠിച്ചിരിക്കുന്നതും അവള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. ശരി, ഓക്കെ. അപ്പം അവർക്ക് ഇവരെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ബീഫ് കഴിപ്പിക്കുന്നത് എന്തിനാ? ബീഫ് കഴിപ്പിച്ചു എന്നുള്ളത് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞുതരാം. ഡ്രഗ്സും മദ്യവും കഴിപ്പിച്ച് അവളെ സെക്ഷലി യൂസ് ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ കൂട്ടത്തിൽ ബീഫും കൂടെ കഴിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു ലോജിക്കിന് ചോദിച്ചോട്ടെ. അതായത് ഈ തിയറി, ഈ കഥയുടെ ഒരു നറേറ്റീവ് എന്താന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ കൂട്ടാനായി ഹിന്ദു പെൺകുട്ടികളെ വശീകരിച്ച് ലവ് ജിഹാദ് ചെയ്ത് അതിൽ കുട്ടികളെ ഉണ്ടാക്കി മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടുന്നു. ഇതാണല്ലോ കഥ, അല്ലേ? അതെന്തോ ആയിക്കോട്ടെ, അതിന്റെ തീം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അല്ലല്ല, സിനിമയല്ല ഞാൻ എന്ന് പറഞ്ഞതിനെ കുറിച്ച് മാത്രം സംസാരിക്കും. സിനിമയെ കുറിച്ച് അതേ മുസ്ലിംസ് എല്ലാവരും ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല, നമ്മുടെ ഔദാര്യം അവർക്ക് വേണ്ട, അത് വേറെ. ഞാൻ ചോദിച്ചത് ഇതാണല്ലോ അതിന്റെ തീം, ഇതാണല്ലോ അല്ലെ? അതായത് മുസ്ലിങ്ങൾ ഹിന്ദു പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അവരിൽ കുട്ടികളുണ്ടാക്കി, എന്താ പറയുന്നത്, ആ കുട്ടികളുണ്ടാക്കി ഇങ്ങനെ പോകുന്നു. അതായത് അവരുടെ ജനസംഖ്യ കൂട്ടുന്നു. ഇതല്ലേ പറയുന്നത്? ഇതല്ലേ അതിന്റെ തീം? എന്റെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അങ്ങനെ കല്യാണം കഴിച്ച് കുട്ടികളെ ഉണ്ടാക്കാനാണെങ്കിൽ കല്യാണം കഴിച്ച് ഭാര്യയാകുന്ന സ്ത്രീക്ക് ആരെങ്കിലും ഡ്രഗ്സും മദ്യവും കൊടുക്കൂ? അങ്ങനെയാണെങ്കിൽ ഇവന് ജനിക്കുന്ന കുട്ടിക്ക് കൂടി അത് വൈകല്യം ഉണ്ടാകത്തല്ലേ ഉള്ളൂ? അതായത് ഞാനിപ്പോ ഒരു പെൺകുട്ടി, ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നത്. അവന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് അവരുടെ ഇതിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വിളിച്ചോണ്ട് വരണമെങ്കിൽ നമ്മൾ അവർക്ക് ഡ്രഗ്സും മദ്യവും കൊടുക്കൂ? ഒന്ന് ആലോചിച്ചേ, എന്തൊരു കള്ളമാണതെന്ന്.
ഞാനൊരു മുസ്ലിം ഞാൻ എന്നെ വെച്ച് പറയോ ഞാൻ ഇത് നടന്ന കാര്യമോ പറയുന്നത് അതാ ചോദിക്കുന്നത്. അത് കഴിവല്ലേ ഈ നടന്നോ കള്ളമല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ മുസ്ലിം. ഇതിലെ കള്ള വന്ന് അനുഭവിച്ചതാ. ഞങ്ങൾ അനുഭവിക്കുക ഏകദേശം 2 വർഷം 2018 മുതൽ 2020 വരെ ഇതൊന്ന് ഒരു സെക്കൻഡ്. അതായത് ഞാനൊരു മുസ്ലിം ആണെന്നിരിക്കട്ടെ, റഷീദ് എന്നാണ് എന്റെ പേര്, അല്ലെങ്കിൽ ഷാഹുൽ എന്നാണ് എന്റെ പേരെന്നിരിക്കട്ടെ. ഞാൻ മനഃപൂർവ്വം ബോധപൂർവ്വം ഒരു ഹിന്ദു പെൺകുട്ടിയെ വളച്ചെടുത്ത് എന്റെ ഭാര്യയാക്കി, എന്റെ പിള്ളേരുടെ അമ്മയാക്കി എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ അവർക്ക് ഡ്രഗ്സും മദ്യവും മേടിച്ചു കൊടുക്കൂ? ഉണ്ടാവും. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഞാൻ ഒരിക്കലും മുസ്ലിംസിനെതിരല്ല. എന്റെ കുടുംബത്തിൽ നടന്ന കാര്യം എനിക്ക് ചേട്ടനോട് പറയും. ഞാൻ അതാ തിരിച്ചു പറയുന്നത്. ഇനി ഞാൻ ഇനിയും പറയുന്നതേ ഒരു 30 സെക്കൻഡ്സ് ശ്രദ്ധിച്ച് കേൾക്കണം. അത് ചേട്ടനൊരു കഥയായിട്ട് കാണണമെന്ന് ഒരു കഥയായിട്ട് മാത്രം അല്ല, കഥ എന്ന് പറയണ്ട, നറേറ്റീവ് എന്ന് പറഞ്ഞാൽ സംഭവം എടുക്കാൻ നോക്ക്. നറേറ്റീവ് എന്ന് എടുത്താൽ മതി. ഇനി ഞാൻ തിരിച്ചൊരു കാര്യം പറയാം. ഇത് ഒക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പച്ച കള്ളങ്ങളും പ്രൊപ്പഗാൻഡയുമാണ്. എന്തിനു വേണ്ടിയാ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, വിഘടിച്ച് കിടക്കുന്ന നമ്മുടെ ഹിന്ദുക്കളെ പേടിപ്പിച്ച് ഒന്നിപ്പിക്കാനും നമ്മുടെ പെൺകുട്ടികളും സ്ഥലവുമെല്ലാം മുസ്ലിങ്ങൾ തട്ടിയെടുക്കുന്നു എന്ന കള്ളക്കഥ പറഞ്ഞ് ഹിന്ദുക്കളെ രാഷ്ട്രീയപരമായി ഒന്നിപ്പിക്കാനും വേണ്ടിയാണ്. ഞാൻ രണ്ടുപേരും കൂടെ എടുക്കും. ഹിന്ദുക്കളെ രാഷ്ട്രീയവും സാമുദായികവുമായി ഒന്നിപ്പിക്കാൻ നടക്കുന്ന വ്യക്തിയാണ് ഞാനും. പക്ഷേ അത് പരസ്പര ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുറത്താകണം. ഏതെങ്കിലും ഒരു മുസ്ലിം വിരോധത്തിന്റെയോ അന്യ സമുദായ വിദ്വേഷത്തിന്റെയോ പുറത്താകരുത്. ഇനി തിരിച്ചാലോചിച്ച് നോക്കിയേ, അനിയൻ ഇന്ത്യയുടെ വെളിയിൽ എവിടെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇന്ത്യയുടെ വെളിയിൽ എവിടെങ്കിലും പോയിട്ടുണ്ടോ? ഞാനിപ്പോ യുഎഇ-യില്ല. നന്നായി. താങ്കളുടെ ഡീറ്റെയിൽസ് പറയണ്ട. ഞാൻ ഇനി തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. നാളെ താങ്കൾ താമസിക്കുന്ന രാജ്യത്ത്, അത് ഇന്ത്യ അല്ലല്ലോ, വേറെ രാജ്യത്താണ്, ഒരു മധ്യപൂർവ്വ ഏഷ്യയിലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യത്ത് അവിടത്തെ വലതുപക്ഷ തീവ്രവാദികൾ കഥയടിച്ചിറക്കുകയാണ്. നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെ ഇന്ത്യയിൽ നിന്ന് വന്ന ഹിന്ദു പയ്യന്മാര് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അവരെ പോർക്ക് ഇറച്ചി കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് മദ്യവും ഡ്രഗ്സും കൊടുത്ത് അവരെ വശീകരിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ താങ്കളുടെ മനസ്സിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ലേ? താങ്കളുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ ആ വേദനയും വിഷമവും ഉണ്ടാവില്ലേ? നമ്മൾ ടാർഗറ്റഡ് ഉണ്ടാവാം. ഞാൻ ചേട്ടനോട് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിൽ പറഞ്ഞ ഈ ഒരു കാര്യം എല്ലാ മുസ്ലിംസിനെതിരല്ല. ഞാനും എന്റെ കൂടെ ഇത് നടന്നത് 2017 ആ ടൈമില്ല. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോ വക്കീലും മുസ്ലിം കൺട്രിയില്ല. ഓക്കെ, എന്റെ കൂടെ ഉള്ള എല്ലാ മുസ്ലിംസോ ഞാൻ അവർക്ക് എതിരൊന്നുമല്ല. ഞാൻ അവരെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. എനിക്കൊരു ആവശ്യം വന്നാൽ എന്റെ കൂടെ നിൽക്കുന്നത് അവരാണ്. അവരെ കുറിച്ച് ഈ കള്ളക്കഥകൾ ഇറക്കുമ്പോ, അതായത് കേരള സ്റ്റോറി പോലെ കള്ളക്കഥകൾ ഇറക്കുമ്പോ താങ്കൾക്ക് എപ്പോഴെങ്കിലും പറഞ്ഞത് അതിൽ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പറയുന്നതിൽ ഒരു 50% സത്യമാണെന്ന് ഞാൻ പറയുന്നത് പോലും ശരിയല്ല. ഇതിൽ പറയുന്നത് കാര്യമാണ് ഞാൻ ചേട്ടനോട് വിളിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നു, അയാളെ പിടിപ്പിക്കണം. അതിനുള്ള റീസൺ ഓൾറെഡി കുട്ടിയുടെ പേര് പോലും പുറത്തു വരില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതാ. താങ്കളോട് അത് പറഞ്ഞ കള്ളം പറയുവാണ്. കാര്യം പോലീസിൽ പരാതി കൊടുത്താൽ ആ പെൺകുട്ടിയുടെ പേര് ഒരിക്കലും പുറത്തു വരില്ല. പുറത്തു നമ്മുടെ ഇന്ത്യൻ നിയമം പറയുന്നത് കേക്കാവോ? പറഞ്ഞു. ഈ കാര്യം അവരുടെ, അതായത് അവര് എന്റെ കുടുംബത്തിലാണ്. ഓക്കെ, പക്ഷെ അവര് എന്റെ വീട്ടിന്റെ അടുത്തല്ല താമസിക്കുന്നത്, കുറച്ച് ദൂരത്താണ്. അവരുടെ കുടുംബത്തേക്ക് ഒരു ലേഡി കോൺഗ്രസിന്റെ മെയിൻ പ്രവർത്തകയാണ്. ഓക്കെ, അത് അവർക്കും കൂടെ അറിയുന്ന കാര്യമാണ്. ഓക്കെ, മാത്രമല്ല ഈ കാര്യങ്ങൾ ആകെ ഞങ്ങൾ